ഹായ് വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഇന്ന് പകലുമറ്റം പിൽഗ്രിം സ്പോട്ട് അതാണ് കാണാൻ പോകുന്നത്. ഇന്ത്യയിലെ, അതായത് കേരളത്തിലെ ആദിമ ക്രിസ്ത്യാനികൾക്ക് ഒരു കൂട്ടായ്മയും ഒരു പള്ളിയും അതിനൊരു വലിയ നേതൃത്വവും ഒക്കെ വേണമായിരുന്നല്ലോ. അക്കാലത്ത് അത് ഏറ്റെടുക്കാൻ തയ്യാറായത് പകലോമറ്റം ഫാമിലിയിലെ മെമ്പേഴ്സാണ്. ആദ്യത്തെ ആർച്ച് ഡീക്കൻ, അതായത് നേതാവ്, ഈ ഫാമിലിയിൽ നിന്നായിരുന്നു. ഓരോ ആർച്ച് ഡീക്കൻ കഴിയുമ്പോൾ അടുത്ത ആർച്ച് ഡീക്കൻ സ്ഥാനമേൽക്കും. അതിലെ പ്രധാനപ്പെട്ട ആർച്ച് ഡീക്കൻ്റെ സ്റ്റാച്യു ഇവിടെയുണ്ട്. കൂടാതെ അതിലെ പ്രധാനികളായിരുന്ന സ്ട്രോങ് ബിലീവേഴ്സായിരുന്ന വിശ്വാസികളുടെയൊക്കെ ശവകുടീരങ്ങളും ഒക്കെ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. അതാണ് ഈ കാണുന്നത്. അതിപുരാതന രീതിയിലുള്ള ശവകുടീരങ്ങളാണ് കാണുന്നത്. ആദ്യകാലത്ത് ഇതിങ്ങനെ അടച്ച് കെട്ടി സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ പിന്നീടത് ഈ രീതിയിൽ കെട്ടി സംരക്ഷിക്കപ്പെട്ടു. ഞാനിത് ചുറ്റി നടന്ന് അതിൻ്റെ വീഡിയോ എടുത്തതാണിത്. ആദ്യകാലത്ത് ഇവിടെ ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു. അവർ വെള്ളം കോരിക്കൊണ്ടിരുന്ന കിണർ, കൂടാതെ ആർച്ച് ഡീക്കൻ്റെ സ്റ്റാച്യു എന്നിവയെല്ലാം കാണാം. പൂച്ചെണ്ടുകളൊക്കെ സമർപ്പിച്ച് കാണിച്ചിരിക്കുന്നത് പുരാതന രീതിയിലുള്ള ശവകുടീരങ്ങളാണ്. ആക്ച്വലി സൺഡേ സ്കൂൾ സ്റ്റുഡൻസിന് ഇങ്ങനെയുള്ള പിൽഗ്രിം സെൻറ്ററുകൾ സ്റ്റഡി ടൂർ പോലെ കൊണ്ടുപോയി കാണിക്കുകയും സഭാചരിത്രം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്, ചെറിയ ക്ലാസ്സിൽ തന്നെ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസങ്ങൾ ഇത്രയും ഫലപ്രദമായി കഷ്ടപ്പെട്ട് പുലർത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതിൻ്റെ ചരിത്രം കുട്ടികൾ അറിയേണ്ടതല്ലേ. ഇവിടെ ഒരു മഠമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു കിണറുമുണ്ട്. അത്ഭുതകരമായി വെള്ളം കണ്ട ഒരു സ്ഥലത്തുണ്ടാക്കിയ കിണറാണെന്നും പറയപ്പെടുന്നു. പുരാതനമായ ടോംസ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ. ഇവിടെയും ഒരു ചർച്ച് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണിത്. അതിൻ്റെ അൾത്താരയുടെ ഭാഗമാണിത്. ഇതൊരു കപ്പേളയാണ് കേട്ടോ, ചാപ്പൽ. മാർത്തോമാ ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകളിലൂടെ ആ ചരിത്രം പറയുന്ന ഒരു മാപ്പാണിത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. ഇടവകയിൽ നിന്ന് തീർത്ഥാടനമായി വരുന്നതാണ്. ആസ് എ പാർട്ട് ഓഫ് പിൽഗ്രിമേജ് 2025, the Jubilee year of Jesus Christ. Thank you and please subscribe. Once again, thanks for watching.